മുതലപ്പുഴയിൽ രണ്ടുപേരെ കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനയുടെ സഹായം തേടി കേരള സർക്കാർ. മറൈൻ, കോസ്റ്റ് ഗാർഡ് ടീമുകളുടെയും സാധ്യമെങ്കിൽ നാവികസേനയുടെയും പിന്തുണ ഉൾപ്പെടെ സാധ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും എത്രയും വേഗം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് രമ്യ ഹരിദാസ് MLA പറഞ്ഞു. നമ്മളെല്ലാവരും ഈ ഒരു മുതലപ്പുഴി പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഫിഷറീസ് മിനിസ്റ്റർ രാവിലെ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ CM വിളിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മറൈൻ്റെ ആണെങ്കിലും കോസ്റ്റൽ ഗാർഡിൻ്റെ ആണെങ്കിലും നേവിയുടേതാണെങ്കിലും ഏതാണ് നമുക്ക് അടിയന്തരമായിട്ട് എത്തിക്കാൻ പറ്റുന്ന സഹായമുള്ളത് വെച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് പോന്നിരിക്കുന്ന മറൈൻ്റെ ടീമാണെങ്കിലും അവർക്ക് ഈ കടൽ ഇത്ര രൂക്ഷമായിട്ട് റഷായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ സ്പീഡിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെ കാണാതായത്. യുവാക്കളെ കാണാതായ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിരുന്നു. കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാരോപിച്ചാണ് മുതലപ്പുഴി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത്.